ശരത്ത്, അതുപോലെ തന്നെ ഏതാണ്ട് 55,000-ഓളം, പ്രത്യേകിച്ച് ഇടുക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി പട്ടയം ലഭ്യമാക്കുന്ന ഒരു നടപടി LDF സർക്കാർ, പിണറായി സർക്കാർ നടപ്പാക്കി. ഏതാണ്ട് 55,000-ഓളം പേർക്ക് പട്ടയം ലഭിക്കുന്ന തരത്തിലേക്ക് നിലപാടുകൾ സ്വീകരിക്കും. അപ്പോൾ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, വീടില്ലാത്തവർക്ക് ഭൂമി, ഇങ്ങനെ വികസനത്തിൻ്റെ ഒരു വലിയ വഴി LDF അവകാശപ്പെടുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സ്ഥാനാർത്ഥികളും ഈ നാട്ടിലെ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ നിങ്ങളുടെ അനുഭവം വിലയിരുത്തി നിങ്ങൾ ഒരു വോട്ട് തരൂ എന്നാണ്. എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് കൊടുക്കാതിരിക്കും? 62 ലക്ഷം ആളുകൾ 2,000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരു നാട്ടിൽ, 4.25 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കപ്പെട്ട ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കിയ ഒരു നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പട്ടയം, ഇടുക്കിയിൽ 55,000 മാത്രം, ഏതാണ്ട് 3 ലക്ഷത്തിലധികം ആളുകൾക്ക് സ്വന്തമായി ഭൂമി. ഇപ്പോൾ നമ്മൾ ഈ ഭവന സമുച്ചയങ്ങൾ, തുരുത്തിയിലെ ഉൾപ്പെടെയുള്ള ഭവന സമുച്ചയങ്ങളിലേക്ക് സ്വന്തമായൊരു വീടെന്ന് ഒരിക്കൽ പോലും സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ആളുകളെ സർവ്വ സംവിധാനങ്ങളോടും കൂടിയ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ ഒരു ഭരണ സംവിധാനത്തിന് എങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് നൽകാതിരിക്കും? അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ നേട്ടം ഉണ്ടായില്ലേ? ഏതാണ്ട് 90,000 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി വഴി നടപ്പിലാക്കി. ഈ 9.5 വർഷക്കാലം കൊണ്ട് ഈ 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ വഴി മാത്രം 85,000 കോടി രൂപ ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വിതരണം ചെയ്യും. ഏതെങ്കിലും ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സർക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ? PSC നിയമനങ്ങൾ, ഇപ്പോൾ ചില സമയത്തൊക്കെ PSCയെ സംബന്ധിച്ച് വലിയ ആശങ്ക, ഇപ്പം മിണ്ടില്ല, PSCയെ സംബന്ധിച്ച് പറയില്ല. കാരണം ഈ രാജ്യത്താകെ നടന്ന PSC നിയമനങ്ങൾ എടുത്ത് കൂട്ടിവെച്ച് കേരളത്തിലെ PSC നിയമനങ്ങളുടെ കണക്കുകൂടി എടുത്താൽ കേരളത്തിലെ PSC നിയമനങ്ങളാകെ നടന്നതിൻ്റെ അത്രയും ബാക്കി എല്ലാ സംസ്ഥാനങ്ങളുടെ നിയമനവും ചേർത്ത് കൂട്ടിയാൽ പോലും എത്തില്ല. അതാണ് കേരളത്തിനകത്ത് നടക്കുന്ന നിയമനത്തെ സംബന്ധിച്ചുള്ള കാര്യം. റേഷൻ കടകൾ അടഞ്ഞു കിടക്കുന്നില്ല, ട്രഷറി പൂട്ടിക്കിടക്കുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവർ പറയാണ് പിണറായിക്കെതിരെ വോട്ട് ചെയ്യാൻ പറയാ. ഈ നാട്ടിലെ ജനങ്ങൾ ചെയ്യുമോ? പിണറായിയെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചതിന് ശേഷം ഇനി 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയ UDF-ന്റെ സംവിധാനത്തെ തിരിച്ചു വിളിക്കണമെന്ന് ഈ കേരളത്തിനകത്തെ ഏതെങ്കിലും മനുഷ്യൻ ചിന്തിക്കുമോ?